ഞങ്ങള് തിരിച്ചു പോകുന്നില്ല. കബറടക്കാമെന്നവര് പോകുന്നില്ല. അവരിങ്ങനെ പള്ളിയുടെ പരിസരത്ത് നിൽക്കുകയാണ്, ഖബറിന്റെ ചാരത്ത് നിൽക്കുകയാണ്. എല്ലാവരും അവിടെ നിന്നുകൊണ്ട് പറയുന്നു, വല്ലാത്ത മരണമാ, വല്ലാത്ത മരണമാ. പടച്ചവനെ, ഖുർആൻ ഓതിയല്ലോ, അസ്റായിലിനോട് സലാം പറഞ്ഞിട്ടാ മരിച്ചത്. ജനങ്ങൾ മുഴുവനും പറയുകയാണ്, വലിയ ചർച്ചയായി. അവസാനം എല്ലാവരും കൂടെ തീരുമാനമെടുത്തു, ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ വീട്ടിലേക്ക് പോകാൻ. അവസാനം ജനാസ കൊണ്ടുപോയ വീട്ടിലേക്ക് നാട്ടുകാര് മുഴുവനും കടന്നു വരികയാണ്. എല്ലാവരും വന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ സങ്കടത്തിലാണെന്നറിയാ, വല്ലാത്ത വേദനയിലാണെന്നറിയാ, ഭർത്താവ് മരിച്ചതിന്റെ ദുഃഖത്തിലാണെന്നറിയാ, ഇരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാ. ഈ നാട്ടുകാര് മുഴുവനും വന്നത് സങ്കടപ്പെടുത്താനല്ല, നിന്നെ വേദനിപ്പിക്കാനല്ല. ഈ നാട്ടുകാര് മുഴുവനും നിന്റെ ഭർത്താവിന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കി വെച്ചിട്ട് എന്തിനാണ് വന്നതെന്നറിയോ? ഒരേ ഒരു കാര്യം ചോദിക്കാനാ ഫാത്തിമ. ഞങ്ങൾക്കറിയേണ്ടത് എന്തെന്നറിയോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞോ, ഖുർആനിലെ ആയത്തോതി. പടച്ചവനെ, വല്ലാത്ത പ്രകാശമായിരുന്നു. നിന്റെ ഭർത്താവിന്റെ ശരീരത്തിന് വല്ലാത്ത സുഗന്ധമായിരുന്നു. എങ്ങനെയാ ഫാത്തിമ, എങ്ങനെയാ ഫാത്തിമ നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാനുള്ള കാരണമെന്താ? ഫാത്തിമയുടെ മറുപടി എന്തെന്നറിയോ? മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അഖ്സരിൽ ലിന്നാസി സ്വലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, ഒരുപാട് സദഖ കൊടുക്കുന്ന മനുഷ്യനായിരുന്നു. എന്നൊന്നും ഞാൻ പറയൂല. എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാള് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ്, അല്ലാഹനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിയുള്ള വേറെ ഒരാളെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല.